അങ്ങനെയാണെങ്കിൽ ഹേ ഗൈസ്, ഇപ്പം ഇതിൽ കയറിയ എല്ലാവർക്കും എൻറോൾമെന്റ് ഇമെയിൽ വന്നു കാണൂല്ലേ GDSന്ന്. അപ്പം നമ്മൾ എങ്ങനെ അതിൽ ആ ഒരു മെയിലിൽ നിന്ന് എങ്ങനെ എൻറോൾ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മീറ്റിംഗ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പം എന്താണ് ഈ AI സ്റ്റഡി ജാംസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ജനറേറ്റീവ് AIനെ പറ്റി നമ്മൾ പഠിക്കുകയാണ് ഇവിടെ. അതായത് കുറേ ലാബ്സ് ഉണ്ടാവും, കുറേ ചിലപ്പോൾ ഒരു കുറച്ച് വീഡിയോസ് ഒക്കെ കാണും. അതൊക്കെ കണ്ട് അതിൻ്റെ ലാബ്സ് ഒക്കെ ചെയ്ത് അതിൻ്റെതായ കുറേ പോയിന്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് കുറേ ജനറേറ്റീവ് AIനെ പറ്റിയും അങ്ങനെ ആ ഒരു ഫീൽഡിനെ പറ്റി നമുക്ക് നന്നായിട്ട് സ്വയമേ നമ്മൾ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്ത് പഠിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പം ഇപ്പൊ ഇവിടെ തന്നെ ഓക്കെ, ഇപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് വന്നേക്കുന്ന മെയിൽ. അപ്പം ഇവിടെ ഇങ്ങനെ 3 ലാബുകളായിട്ടൊക്കെ, ഐ മീൻ 3 സെക്ഷൻസ് ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു സ്റ്റഡി ജാം നടക്കുന്നത്. അപ്പം ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ എൻറോൾ ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം. അപ്പം പരമാവധി ആൾക്കാർ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ എൻറോൾ ചെയ്യാത്തവർ, ഇപ്പം മിക്കവരും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടാവും. അല്ലാത്തവർ എൻ്റെ കൂടെ ചെയ്യുക. മെയിൽ എടുക്കുക. നിങ്ങൾക്ക് മെയിലിൽ ഒന്നിലെ സ്പാമിൽ വന്ന് കാണും, അല്ലെങ്കിൽ ഇൻബോക്സിൽ തന്നെ വന്നിട്ടുണ്ടാവും. അപ്പം അത് നോക്കുക. അപ്പം ആ മെയിൽ എടുത്ത് നമുക്ക് ഇവിടെ ഒരു കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്കൊരു ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നതെല്ലാം ഇൻകോഗ്നിറ്റോ മോഡിൽ ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ ഇൻകോഗ്നിറ്റോ അല്ലാത്ത മോഡിൽ ചെയ്യാൻ പാടില്ല. അപ്പം ഇൻകോഗ്നിറ്റോ മോഡിൽ നമ്മളിത് ഓപ്പൺ ചെയ്യണം. നെറ്റ് കഥം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ കമൻസ് ആണെങ്കിലും ഇടാം കേട്ടോ. അപ്പം ഇൻകോഗ്നിറ്റോ മോഡിൽ നമ്മൾ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു കോഡ് അടിക്കാൻ വരും. അപ്പോൾ ആ കോഡ് അടിക്കുന്നത് പറഞ്ഞാൽ, ആ കോഡ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദാണ്ട് എഡ്യൂ എന്ന് പറഞ്ഞ് തുടങ്ങി ഇവിടെ SG വരെയുള്ള, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കോഡായിരിക്കും. ആ കോഡ് കോപ്പി ചെയ്യുക, ഇവിടെ പോയി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. പിന്നെ സബ്മിറ്റ് ആവാതെ സബ്മിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. അപ്പം ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്ന ഏത് മെയിലാണോ ആ മെയിൽ വെച്ച്, അതായത് പണ്ട് ചെയ്തേക്കുന്ന അക്കൗണ്ടിലല്ല, ഇപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ, അവിടെ വെച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ആണ് ഞാൻ ചെയ്യുന്നത്. പാസ്വേഡ് ഓക്കെ. അപ്പം നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പം ഇവിടെ ഒരു ലാബ് കാണാൻ പറ്റും അല്ലേ. ഈ ഒരു ലാബ് നമ്മൾ ചെയ്യണം. ഈ ഒരു ലാബ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പം ഞാനിത് ഓൾറെഡി ചെയ്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഓൾറെഡി മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വന്നു. ഇപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ആദ്യമേ ഇവിടെ പോവുക, ഈ ലാബ് ഓപ്പൺ ആക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ട് ലാബ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ലാബ് നമുക്ക് മാക്സിമം 5 times ആണ് നമുക്ക് ലിമിറ്റ് ഉള്ളത്. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പരമാവധി ഒരു 5ന്റെ ലിമിറ്റിൽ തന്നെ നമുക്ക് അത് തീർക്കാൻ നോക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിന് സ്റ്റാർട്ട് ലാബ് കൊടുക്കുന്നു. ഇതിന് പറഞ്ഞിരിക്കുന്ന ടൈം 45 minutes ആണ്. അപ്പോൾ ആ 45 minutes മാത്രമായിരിക്കും നമ്മുടെ ആ ഇത് ഓരോ ലാബിനും അതിൻ്റെതായ ഗൂഗിൾ കൺസോൾ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഒരു ഗൂഗിൾ കൺസോൾ ഉണ്ട്, അതിൻ്റെതായ യൂസർ നെയിം ഉണ്ട്, പാസ്വേഡും ഉണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യുന്നു. അവിടെ നമുക്ക് തന്നേക്കുന്ന യൂസർ നെയിം, അതായത് ഈ യൂസർ നെയിം വെച്ച് ഈ യൂസർ നെയിം കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിന് തന്നേക്കുന്ന പാസ്വേഡ് ഉണ്ട്, ആ പാസ്വേഡും കോപ്പി ചെയ്ത്
ചെയ്യാം. ഞാൻ സ്പീഡിലാണ് പോകുന്നത്. ഓക്കെ, ഇവിടം വരെ ചെയ്യുന്നവരാരേലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. 1, 2. ഓക്കെ, ചെയ്യുന്നവരുണ്ടല്ലേ. അപ്പൊ ഇവിടം വരെ ചെയ്ത് കഴിഞ്ഞൊന്ന് പറ കേട്ടോ. അപ്പം ഗൂഗിൾ കൺസോൾ ഓപ്പൺ ചെയ്യാം. ജെൻ എ ഐ അല്ല എടുക്കണ്ടേ, ജെൻ എ ഐ അല്ല എടുക്കണ്ടേ, അത് കഴിഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇമെയിൽ കുറെ ഇത് കാണാം, അതല്ല എടുക്കേണ്ടത്. ഐ മീൻ ലിങ്ക് അല്ല എടുക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് താഴെ കണ്ടോ ഓപ്പൺ ബ്രൗസേഴ്സ് ഇൻകോഗ്നിറ്റോ വിൻഡോ, പിന്നെ ഗോ ടു ദിസ് ലിങ്ക്. ഈ ലിങ്കിൽ പോണം. ഈ ലിങ്കിൽ പോയി ഈ ഒരു കോഡ് അടിച്ച് അതിൽ കയറി ഈ ഒരു ലാബ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നത്. ആ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് നമുക്ക് ബാക്കി ലാബ്സ് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് പെയ്ഡ് ആയിരിക്കും. അപ്പം ഇവിടം വരെ എത്തിയോ എല്ലാരും? എത്തിയോ? ഇല്ല. ഓക്കെ, ജസ്റ്റ് ആ ഒരു ലിങ്കിൽ പോവുക, കോഡ് അടിക്കുക, എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. നമ്മൾ കൊടുത്ത പുതിയ അക്കൗണ്ടുമായിട്ട് സൈൻ ഇൻ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ആ ലാബ് ടൂർ ഓൺ ഗൂഗിൾ ക്ലൗഡ് ഹാൻഡ്സ് ഓൺ ലാബ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ട് ലാബ് കൊടുക്കുക. സ്റ്റാർട്ട് ലാബ് കൊടുത്തു കഴിഞ്ഞ് അതിൽ ഓപ്പൺ ഗൂഗിൾ കൺസോൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാം ഇൻകോഗ്നിറ്റോ മോഡിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഫസ്റ്റ് ലാബ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ലാബ്. അതായത് മിനിമം ഏത് ലാബ് ചെയ്യുവാണേലും നിങ്ങൾ 5 മിനിറ്റ് എങ്കിലും ഇത് ഓപ്പൺ ആയി വെച്ചിരിക്കണം. 5 മിനിറ്റിനുള്ളിൽ എല്ലാം ചെയ്ത് തീർത്തു, ഇവിടെ 100 പോയിന്റ്സ് കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾ ലീവ് ചെയ്യല്. മിനിമം 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും അത് ഓപ്പൺ ആക്കി വെക്കുക ലാബ്. അത് കഴിഞ്ഞിട്ട് എൻ ലാബ് ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. ഫുൾ മാർക്ക് കിട്ടുവാണെങ്കിലും നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ ആ ഒരു എൻ ലാബിൽ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. അതായത് കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് ലാബ് കംപ്ലീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വന്നു, ഇപ്പം ഗൂഗിൾ കൺസോൾ നമ്മൾ ഓപ്പൺ ചെയ്തു, അതിൽ തന്നേക്കുന്ന യൂസർ നെയിമും പാസ്വേഡുമായിട്ട് നമ്മൾ കയറി. ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. ഈ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെ ഇപ്പം ഗൂഗിൾ കൺസോളിൽ നിന്ന് എങ്ങനെയാണ് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ വെച്ച് കയറുന്നത്, അതൊക്കെയാണ് ഇവിടെ ആദ്യത്തെ ലാബായതുകൊണ്ട് പറഞ്ഞു തരുന്നത്. പിന്നെ എന്തുവാ, പിന്നെ നമ്മുടെ പ്രൊജക്ടിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നേക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലാബ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇവിടെ ഒരു ടാസ്ക് വരും. ഈ ഒരു മഞ്ഞ ബോക്സിനകത്തായിരിക്കും നമുക്ക് പറയുന്ന ടാസ്കുകളെല്ലാം തരുന്നത്. അപ്പൊ ആ ടാസ്ക് നോക്കി ഇപ്പൊ എനേബിൾ ദ ഡയലോഗ് ഫ്ലോ API. അപ്പൊ അത് എനേബിൾ ചെയ്താൽ നമുക്ക് 100 on 100 കിട്ടും. ചിലതിനകത്ത് മൾട്ടിപ്പിൾ ടാസ്കുകളാണ്, 5ഓ 6ഓ, ചിലതിനകത്ത് 3ഓ 2ഓ, അങ്ങനെ എത്ര വേണം ടാസ്കുകൾ കാണാം. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ടാസ്ക് ഇവിടെ എവിടെയാ കിടക്കുന്നതെന്ന് നോക്കാം. ഇത് കണ്ടോ, എനേബിൾ ദ ഡയലോഗ് ഫ്ലോ API. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. കണ്ടോ, എൻ്റെ ക്ലാസ് ആക്കട്ടെ. ഇത് കണ്ടോ, ഇവിടെ പോവാൻ, അതായത് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതായത് ഈ ഒരു ഗൂഗിൾ കൺസോളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ലാബിൽ പറഞ്ഞു തരുന്നത്. അപ്പം നാവിഗേഷൻ മെനുവിൽ പോവുക, API ആൻഡ് സർവീസസിൽ ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോകുന്നു, API ആൻഡ് സർവീസസ് കണ്ടോ, ഇതാണ് നാവിഗേഷൻ മെനു. നാവിഗേഷൻ മെനു API ആൻഡ് സർവീസസിലെ ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്തു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് പെയിനിൽ കാറ്റഗറിയിൽ കുറേ കാറ്റഗറീസ് കാണിക്കും. അതായത് എവിടെ കാറ്റഗറി, ഇതല്ലേ കാറ്റഗറിയിൽ കുറേ കാറ്റഗറീസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം വേണമെങ്കിൽ. ഇപ്പം നമുക്ക് പറഞ്ഞേക്കുന്നത് നമുക്ക് ഡയലോഗ് ഫ്ലോ API നോക്കണം, ഐ മീൻ എനേബിൾ ചെയ്യണം. അപ്പം നമ്മളിവിടെ സെർച്ച് ബാറിൽ ഡയലോഗ് ഫ്ലോ API എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഇതിനെ ജസ്റ്റ് കോപ്പി ചെയ്യുക, കോപ്പി ഈ ഒരു സെർച്ച് ബാറിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുമ്പം നമുക്ക് ആ ഒരു APIനെ കിട്ടും.
അപ്പൊ അതിനെ ക്ലിക്ക് ചെയ്യുക. ഡയലോഗ് ഫോർ API ഇത്രയും കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ഡയലോഗ് ഫോർ APIനെ സെർച്ച് ബാറിൽ പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ എനേബിൾ ആയി ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ എനേബിൾ ആയി വരാൻ ഒരു മിനിമം 1 മിനിറ്റോ 2 മിനിറ്റോ പോലും എടുക്കുമായിരിക്കും കേട്ടോ. എനേബിൾ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് വരും, കണ്ടോ? ഇവിടെ ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് എനേബിൾ ആയിട്ടുണ്ട്. ഇനിയിപ്പം അതെല്ലാം ലോഡായി വരുമ്പോൾ ഇവിടെ എനേബിൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് വരും, കണ്ടോ? അല്ല, എനേബിൾ ആയി. അപ്പൊ ഇനി അപ്പം നമ്മളുടെ ആ ഒരു ടാസ്ക് തീർന്നു. അതായത് ഇനിയിപ്പോൾ ഇവിടെ പോയി ചെക്ക് മൈ പ്രോഗ്രസ് അടിക്കുവാണെങ്കിൽ 100 on 100 കിട്ടി. അപ്പം യു ഏൺഡ് 10 points, അങ്ങനെ കുറെ പോയിന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പം നമ്മുടെ ഇവിടെ പോയി ചെക്ക് മൈ പ്രോഗ്രസ് അടിക്കുവാണെങ്കിലും നമുക്കൊരു ഗ്രീൻ ടിക്ക് വരും. എന്തോ വരാത്തെ, ഇപ്പോൾ വരും. വന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ലാബിലെ ആകെപ്പാട് ഒരു ടാസ്കേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടാസ്ക് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പം അത്രേ ഉള്ളൂ. എന്നിട്ട് ഇപ്പം ഞാൻ തുടങ്ങിയിട്ടൊരു 37 മിനിറ്റ് ആയി. 45 മിനിറ്റ് ആയിരുന്നല്ലോ ടോട്ടൽ. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ 10 മിനിറ്റ് പൂർത്തിയായി. അപ്പം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ലാബ് എൻഡ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ഇവിടെ പോയി നോക്കുക. ഇവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ നോക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞാൽ എൻഡ് ചെയ്താലും മതി കേട്ടോ. കാരണം കുറച്ചേരം ഇരിക്കട്ടെ ഒരു ഇതിനു വേണ്ടി. കാരണം ചിലർക്ക് ഇവിടെ 9 credits എന്നൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കണം കേട്ടോ. ഇവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വന്നാൽ എല്ലാം സെറ്റായി. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ വരെ എല്ലാവർക്കും കിട്ടിയോ? 100 on 100 എല്ലാവർക്കും കിട്ടിയോ ചെയ്യുന്നവര്? ാക്കി കിട്ടി, പൃഥ്വിരാജിന് കിട്ടി. ഇല്ല, ആർക്കാ കിട്ടാത്തെ? ആദിലിന് കിട്ടിയില്ല. എവിടെയാ പോയേ ഒന്ന് പറയാവോ? സ്റ്റാർട്ടിങ്ങിലായിരുന്നു, അത് ജസ്റ്റ് ഓപ്പൺ ആക്കിയേ ഉള്ളൂ ഇപ്പം. അതായത് സ്റ്റാർട്ട് ലാബ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. സ്റ്റാഡിയോ ലാബ്, ലാബ് സ്റ്റാർട്ട് ചെയ്യുക. ലാബ് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ഗൂഗിൾ കൺസോൾ അല്ലേ, അവിടെ പോവുക. അതിന്റെ താഴെ തന്നേക്കുന്ന യൂസർ നെയിമും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക. എന്നിട്ട് നാവിഗേഷൻ ബാർ അല്ലേ സൈഡില്, ഒരു മിനിറ്റ് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ. ആയില്ലാത്തു, എന്തായില്ലാത്ത? ഓക്കെ, ഒരു പുതിയ വിൻഡോയിലോട്ട് കയറി. ഓക്കെ, കയറി കഴിഞ്ഞ് ഇവിടെ നാവിഗേഷൻ ബാർ ഉണ്ട്. നാവിഗേഷൻ ബാറിൽ API ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഏതാ? അക്കൗണ്ട് സ്വിച്ചിങ് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നു. അങ്ങനെ ചെയ്യണ്ടേ? അത് ഒരു ചെക്ക് ബോക്സ് കാണുമല്ലോ, അത്തെ ചെക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ സൈൻ ഇൻ ചെയ്യുന്ന മെയിൽ ഐഡി കൊടുക്കണോ, അതോ ജസ്റ്റ് ഇപ്പൊ ലോഗിൻ ആയിട്ട് സ്റ്റുഡന്റ് E184 അങ്ങനെ ഒരു യൂസർ നെയിം ആണ്, അത് മതിയോ? ഇത് ഈ സ്റ്റുഡന്റ് സംതിങ് ഈ യൂസർ നെയിം വെച്ചല്ലേ കയറിയത്? അത് വെച്ച് കയറണം. അതായത് ഇതില് ഗൂഗിൾ കൺസോൾ കയറുവാണെങ്കിൽ ഇവര് തന്നേക്കുന്ന യൂസർ നെയിമും പാസ്വേഡും വെച്ച് കയറണം. എല്ലാ ലാബിലും അങ്ങനെയാട്ടോ. ഏതാ? എവിടെ? ഈ ഗൂഗിൾ കൺസോൾ ഓപ്പൺ ആയപ്പോഴോ? ഇത്ര ഞെക്കി ഇപ്പോഴാണോ വരാത്തെ? യൂസർ നെയിം ഒന്നും കാണുന്നില്ല. യൂസർ നെയിം കാണണ്ടയാണല്ലോ താഴെ. ഫോണിലാണോ ചെയ്യുന്നത്? അല്ല, കമ്പ്യൂട്ടർ അല്ല. ഹലോ, കാണണ്ടല്ലേടാ താഴെ? ഏതാ? ഞാൻ കേട്ടില്ല. എന്നെ വെച്ച് അതായത് ഒരാൾക്ക് ഈ ഓപ്പൺ ഗൂഗിൾ കൺസോളിന്റെ താഴെ യൂസർ നെയിമും പാസ്വേഡും കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്.
അതൊന്ന് റിഫ്രഷ് ചെയ്താൽ മതി. അത് ബഗ്ഗാ. അല്ലെങ്കിൽ ആ അതിന്റെ ഒരു ഹെൽപ്പ് ബട്ടൺ ഇല്ലേ, ആ ഹെൽപ്പ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ഹെൽപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഒന്ന് റിഫ്രഷ് ചെയ്താൽ കിട്ടും അത്. ആ ആ ഓപ്പൺ കൺസോൾ എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അല്ലേ എടുത്തേ, ഇഗ്നോറ്റയിലല്ലേ എടുത്തത്. ആ ഇൻകോഗ്നിറ്റോയിൽ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു. ആദ്യം മുതൽ എടുക്കാമോ? ഒന്നുകൂടെ നോക്കാം. കോഡ് അടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം. ആദ്യം മുതൽ വന്നത്. ഇപ്പൊ ആദ്യം എവിടെ മുതൽ വരെയാ എന്ന് ചെയ്തത്? പറഞ്ഞാല് ഞാൻ കോഡ് അടിച്ചു കൊടുത്തു. ഇങ്ങനെ കയറ്റി ഓ കൊടുക്കുമായിരുന്നു. അപ്പം കോഡ് അടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാല് മറ്റേ നമ്മളെ മെയിലിൽ നിന്നുള്ള ആ ഒരു ലിങ്കിൽ പോയിട്ട് കോഡ് അടിച്ചു കൊടുത്തു എന്നാണോ പറഞ്ഞേ? അതെ. ആ അത് കഴിഞ്ഞിട്ട് സൈൻ ഇൻ ചെയ്തോ? മേളില് ജോയിൻ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഇല്ലേ? സൈൻ ചെയ്തു. സൈൻ ഇൻ ചെയ്തു. അതായത് ഇപ്പം നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്ന മെയിൽ ഐ ഡി വെച്ചല്ലേ സൈൻ ഇൻ ചെയ്തേ? ആ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഈ ഒരു ലാബിന്റെ നെയിം വെച്ച് കാണുന്നില്ലേ? ഇല്ല ഇല്ല, അത് മാത്രം വരുന്നില്ല. എടാ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട്, അല്ല സ്ക്രീൻഷോട്ട് ഒന്ന്, അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒന്ന് കാണിക്കോ, എന്തെങ്കിലും ചെയ്യാവോ? ഞാൻ ക്യാമറ കണക്കാം. മതി. ലാപ്പിൽ ഒന്ന് കാണിച്ചാൽ മതി. അത് ഓപ്പൺ ആയല്ലോ. പിന്നെന്തുവാ സൈഡ് കാണിക്ക്. സ്റ്റാർട്ട് ലാബ് ഞെക്ക്, ഗ്രീൻ. എന്നിട്ട് ക്യാപ്ചർ. ഓക്കെ, ഇപ്പൊ വന്നില്ലേ? അല്ലേ, അത് സ്റ്റാർട്ട് ലാബ് കൊടുക്കാഞ്ഞോണ്ടാ. ഓക്കെ, ഇനി ഓപ്പൺ ഗൂഗിൾ കൺസോൾ. അത് ഒരു ന്യൂ ടാബിൽ ഓപ്പൺ ചെയ്യുക. ഇൻകോഗ്നിറ്റോ ആണല്ലോ അല്ലേ? അത് കഴിഞ്ഞ് തന്നേക്കുന്ന അതിന്റെ താഴെ കുറെ ഒരു യൂസർ നെയിം, ഒരു പാസ്വേഡ്, ഒരു പ്രൊജക്ട് ഐ ഡി ഒക്കെ ഇല്ല. അപ്പൊ അതിനകത്ത് യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് ബാക്കി ചെയ്താൽ മതി. യൂസർ നെയിമും പാസ്വേഡും അത് തന്നെ. ഐ അണ്ടർസ്റ്റാൻഡ് ഒക്കെ കൊടുത്ത് ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യാൻ കാണും. ആ ചെക്ക് ബോക്സ് ഒക്കെ ടിക്ക് ചെയ്ത്, ചിലർക്ക് ആ ചെക്ക് ബോക്സ് വരും, എനിക്ക് വന്നില്ല, ഇടയ്ക്കൊക്കെ വരും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ, എന്തെങ്കിലും ഇപ്പം നമ്മൾ ചെയ്തിട്ട് ലാബ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി, ഒരു 10-15 മിനിറ്റ് ഒക്കെ എടുത്ത് ലാബ് കംപ്ലീറ്റ് ആക്കി, എന്നിട്ട് നമുക്ക് ആ ഒരു ലാബ് കംപ്ലീറ്റ് ആയി ആ ഒരു ഇത് കാണിക്കുന്നില്ല എന്ന് ഓർത്തോ, ആ ഒരു പ്രോഗ്രസ് കാണിക്കുന്നില്ല എന്ന് വരുവാണെങ്കിൽ, നിങ്ങൾ ഇവിടെ ഒരു ഹെൽപ്പ് ബട്ടൺ ഉണ്ട്. ഹെൽപ്പ് ബട്ടണിൽ പോയിട്ട് അവരെ ചാറ്റ് സപ്പോർട്ടിൽ പോയി അവരോട് ചാറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാം. അപ്പൊ അവര് വിത്തിൻ 1 or 2 ബിസിനസ് ഡേയ്സ് അവര് നമുക്ക് റിപ്ലൈ തരും. അതിന് പ്രശ്നം എന്താന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാം പരമാവധി. കാരണം ഇവര് നല്ല ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പറയാം. പിന്നെ ആർക്കെങ്കിലും കിട്ടാത്ത ഉണ്ടോ? ഇനി ആർക്കെങ്കിലും എനി ഡൗട്ട്സ് ഒന്നും ഇല്ലേ? അല്ല, ആർക്കെങ്കിലും ചെയ്യുമ്പം ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇപ്പം എനിക്ക് കൺസോൾ കിട്ടി. ഓക്കെ, കൺസോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ കൺസോളിൽ പോവുക. മേളില് ടോപ്പ് ലെഫ്റ്റില് നാവിഗേഷൻ ബാർ ഉണ്ട്. അവിടെ പോയി API ആൻഡ് സർവീസസിൽ പോവുക. ഞെക്കണ്ട, ജസ്റ്റ് അവിടെ ഹോവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് അതിന്റെ വേറൊരു ഓപ്ഷൻസ് കാണും. അതിൽ ലൈബ്രറി ക്ലിക്ക് ചെയ്യുക. ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട്. ആ സെർച്ച് ബാറിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് ചെയ്യണ്ടേന്നുള്ളത്. എന്ത് ചെയ്യും, താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം ഇതല്ലേ, ഈ ഒരു സംഭവം നോക്കിയാൽ മതി. ചെക്ക് മൈ പ്രോഗ്രസ് എവിടെ കിടക്കുന്ന എൻ്റെ മേളിലത്തെ ടാസ്ക്. അപ്പം ഡയലോഗ് ഫ്ലോ API ഇതിനെ കോപ്പി ചെയ്യുക, എന്നിട്ട് വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, സെർച്ച് ചെയ്യുക, ഈ വരുന്നതിനെ ക്ലിക്ക് ചെയ്യുക. ആ ഡയലോഗ് ബോക്സ് എങ്ങനെ കിട്ടും? ഡയലോഗ് ബോക്സ് ഏത് ഡയലോഗ് ബോക്സ്? എന്നിട്ട് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി എനേബിൾ ചെയ്തുകൊണ്ട് എനിക്കിവിടെ മാനേജ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നത്.
അപ്പം അതാണ് നമ്മുടെ ഫസ്റ്റ്. ഇപ്പൊ തന്നെ നമ്മൾ തുറന്നു വെച്ചിട്ട് എത്രയാ 10-15 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇത് എൻഡ് ചെയ്യുക. എൻഡ് ചെയ്ത് കഴിയുമ്പം ആർക്കും ഇല്ലല്ലോ അല്ലേ? എന്റെ ഹോട്ട്സ്പോട്ട് തീരാറായി. ടാസ്ക് ഒന്നെന്ന് പറയുമ്പോൾ അത് ഈ ലെഫ്റ്റിൽ പോയത് ചെയ്യൂലേ? ഏതാടാ ടാസ്ക് ഫസ്റ്റ് ടാസ്ക് അത് മറ്റേ API വഴിയാണോ? ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്? എടാ ഇത് ഒന്നുകൂടെ ഇവിടെ എന്നാടാ ഉദ്ദേശിച്ചേ? API വഴി ചെയ്യുന്നതാണോ ഫസ്റ്റ് ടാസ്ക്? അത് തന്നെ. ഈ ലാബിന്റെ ഫസ്റ്റ് ആപ്പാട് ഒരു ടാസ്കേ ഉള്ളൂ. അതാ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നെ. നാവ്ബാറിൽ പോയി എന്നായിരുന്നു APIs ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ലൈബ്രറിയിൽ ക്ലിക്ക് ചെയ്യുക. ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ ഒരു സെർച്ച് ബാറുള്ള ഒരു ഇത് ഓപ്പൺ ആയി വരും, ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ ഡയലോഗ് ഫ്ലോ API എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽഡ് വരും. ആ ഫീൽഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എനേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും ഡയലോഗ് ഫ്ലോ APIയുടെ ഇവിടെ. ഇവിടെ എനിക്ക് മാനേജ് എന്ന് കാണിക്കുന്നത്. അവിടെ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എനേബിൾ എന്ന് വരും. അപ്പം എനേബിൾ ഞെക്കുക. ഒരു 30 സെക്കൻഡ്സ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പം അത് ഓൾറെഡി എനേബിൾ ആയിട്ട് വരും. എനേബിൾ ആയി കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് തിരിച്ച് നമ്മുടെ ലാബിൻ്റെ അവിടെ വന്നിട്ട് ചെക്ക് മൈ പ്രോഗ്രസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 100 on 100 എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. പിന്നെ ഇവിടെ താഴെ ക്വസ്റ്റ്യൻ അങ്ങ് താഴേക്ക് സ്ക്രോൾ ചെയ്യണം. ടാസ്ക് 3-ലാണ് കിടക്കുന്നത്. ടാസ്ക് 3-ലെ ടാസ്ക് 4-ലെ ഏറ്റവും ലാസ്റ്റത്തെ സെക്ഷൻ അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. കണ്ടോ, താഴെ ഒരു ചെക്ക് മൈ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻ ചെയ്യണം. അതിന്റെ ഇടയ്ക്കുള്ളത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. കാരണം അതിനകത്ത് ഇത് ഫസ്റ്റ് ലാബ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തുവാ ഇൻട്രൊഡക്ഷനാണ് തരുന്നത്. ഇതെന്തൊക്കെയാണ്, ഇതിനകത്ത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. കാരണം നിങ്ങൾക്ക് 45 മിനിറ്റ് ഈ ലാബിന് എന്തായാലും ഒരു ടൈം അലോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറെ ഇതൊക്കെ കാണാം. അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മാൻഡേറ്ററി ഉള്ള ടാസ്ക് ഈ ഒരു മഞ്ഞ ബോക്സിനകത്ത് തരുന്ന ടാസ്കുകളാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. അത് ഫുൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ഈ ലാബിനെ കംപ്ലീറ്റഡ് ആയിട്ട് കാണിക്കത്തുള്ളൂ. ഇപ്പം 26 മിനിറ്റായി. ഇനി ഞാൻ എൻഡ് ലാബ് ഞെക്കി എൻഡ് ലാബ് ചെയ്യുക. അപ്പം പരമാവധി ഇവർ പറഞ്ഞേക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. അത് കഴിഞ്ഞ ഈ ഒരു കൺസോൾ ഓട്ടോമാറ്റിക്കലി സൈൻ ഔട്ട് ആവും. വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പരമാവധി ആ ഒരു ചിലതിന് 1 hour ഉണ്ടാവും, ചിലതിന് 1.5 hour ഉണ്ടാവും, ചിലതിന് 30 minutes കാണുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ വെച്ച് നോക്കി ചെയ്യണം. അപ്പം ഇനി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മേളിൽ തന്നു. ഇനി നമ്മൾ സ്റ്റഡി ജാം ചെയ്യുന്ന മുഴുവൻ ഈ 3 സ്ഥലത്താണ്. ഇത് പ്രോംപ്റ്റ് ഡിസൈൻ ഇൻ വെർട്ടെക്സ് AI, പിന്നെ ഡെവലപ്പ് Gen AI ആപ്സ് വിത്ത് Gemini ആൻഡ് സ്ട്രീംലിറ്റ്, പിന്നെ ലെവൽ 3 ഒരു ആർക്കേഡ് ഗെയിം പോലെ. അപ്പോൾ ഈ 3 എണ്ണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ട ഡെഡ് ലൈനും തന്നിട്ടുണ്ട്. എല്ലാം 28-ാം തീയതിക്കുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എന്തായാലും 23-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുമല്ലേ. അപ്പം അന്നത്തേക്ക് നമ്മൾ സ്റ്റഡി ലീവ് ഒക്കെ ആയി ഭയങ്കര തിരക്കായി പോകും. അപ്പം പരമാവധി നിങ്ങൾക്ക് കിട്ടുന്ന ടൈം യൂട്ടിലൈസ് ചെയ്യും. ഇപ്പം പഠിച്ച് മടുക്കുമ്പം 1 ലാബോ 2 ലാബോ ഒക്കെ വെച്ച് ഓരോ ദിവസവും കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് 28-ാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലിങ്കിൽ പോവാം, പ്രോംപ്റ്റ് ഡിസൈൻ ഇൻ വെർട്ടെക്സ് AI. നിങ്ങൾക്ക് ഏത് ലാബാണ്, ഏത് ആർക്കേഡ് ഗെയിമാണോ ചെയ്യേണ്ടതെന്നുള്ള അവിടെ പോവുക. ആ ലിങ്കിൽ പോയിട്ട് ഇൻകോഗ്നിറ്റോയിൽ മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഇൻകോഗ്നിറ്റോയിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇൻകോഗ്നിറ്റോയിൽ ഓപ്പൺ ചെയ്ത് ഇതൊരു കോഴ്സായിട്ടാണ് വരുന്നത്. അപ്പം ഇതിലിപ്പം നമുക്ക് 4 സ്റ്റെപ്പാണ് ഉള്ളത്. 4ഉം ഓരോ ലാബുകളാണ്. ഇതൊരു ലാബ്, അങ്ങനെ 4 ലാബ്. ഈ 4 ലാബ് ഇതുണ്ട്. ഈ ലാബിനൊക്കെ 1 മണിക്കൂർ. ഈ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കണം. ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരു സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. ഈ ഓരോ സ്റ്റെപ്പ് വായിച്ച് നോക്കി ഇപ്പം ഇതൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവർ പറയുന്ന സ്ഥലത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അങ്ങ് ഇവർ പറയുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ മതി.
പിന്നെ ഇതാണ് ടാസ്കുകൾ. ഇത്രയും ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കണം. ഒരു ടാസ്കിന് 25 മാർക്ക് വെച്ച്. അങ്ങനെ 4 കഴിയുമ്പോൾ 100 കിട്ടും. അതുപോലെ തന്നെ ഇവിടെ അടുത്ത ലാബ് ഇത് 1.5 മണിക്കൂറത്തെ. 1.5 മണിക്കൂർ നിന്ന് പേടിക്കൊന്നും വേണ്ട. പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ ചിലർക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അവർ 1.5 മണിക്കൂറൊക്കെ തരുന്നത്. അങ്ങനെ 4 ലാബാണ് ഇതിനകത്തുള്ളത്. ഇനി ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ലാബ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് ചിലപ്പോൾ പറയുമായിരിക്കും, അല്ലെങ്കിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പം നമ്മളോട് ചിലപ്പോൾ പറയുമായിരിക്കും ഒരു കോഡ് അടിക്കാൻ. ആ കോഡാണ് ഇവിടെ കൊടുത്തേക്കുന്ന കോഡ്. ഈ ഒരു കോഡ്, അതായത് ഈ ഒരു കോഴ്സിന്റെ കോഡ് ഇത്. ഇനി ഡെവലപ്പ് ജെന്നയുടെ കോഡ് ഇത്. അപ്പൊ ആ ഒരു കോഡ് നമ്മൾ റെഡിയും 15-ാം തീയതിക്കുള്ളിൽ അല്ലെ 14-ാം തീയതിക്കുള്ളിൽ നമ്മൾ ഇതിന്റെ കോഡെല്ലാം കൊടുത്ത് റെഡിയും ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പൊ ഇതിന്റെ ഒരു കോഡ് അടിക്കുന്ന എവിടെയാ? കോഴ്സ് ഓവർവ്യൂ. ഇതാണ് സ്റ്റാർട്ട് മോഡ്യൂൾ. കോഴ്സ് ഓവർവ്യൂവിൽ പോവുക. സ്റ്റാർട്ട് മോഡ്യൂൾ കൊടുത്തു കഴിയുമ്പം സ്റ്റാർട്ട് ലാബ് കൊടുക്കുമ്പോഴായിരിക്കും ആ കോഡ് അടിക്കാൻ പറഞ്ഞാൽ അതായിരിക്കണം കേട്ടോ. ഞാൻ നോക്കിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഡെവലപ്പ് ജെന്നയുടെയും പിന്നെ ലെവൽ 3യുടെയും. ഇപ്പൊ ഇവിടെ ലെവൽ 3 ഇതിലല്ല. ഓക്കെ, ഇൻകോഗ്നിറ്റോയിൽ ഓപ്പൺ ആക്കുവാണെങ്കിൽ അതൊരു ആർക്കേഡ് ഗെയിം പോലെയാണ്. അപ്പോൾ അത് ജോയിൻ ദിസ് ഗെയിം കണ്ടോ, കോഡ് കൊടുക്കാൻ പറഞ്ഞു, ആക്സസ് കോഡ്. അപ്പൊ ആക്സസ് കോഡ് എന്ന് പറഞ്ഞാൽ 1Q ജെന്നയ എന്ന് പറഞ്ഞിട്ടുള്ളതാ. അതിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇപ്പൊ ഞാൻ റെഡീം ചെയ്തു. ഇനി എനിക്ക് കുഴപ്പമില്ല. ഇനി എനിക്ക് 28-ാം തീയതിക്കുള്ളിൽ എപ്പോൾ വേണേലും കംപ്ലീറ്റ് ആക്കിയാൽ മതി. പ്ലെയർ നെയിം ഒക്കെ കൊടുക്കുക, ഒരു അവതാറൊക്കെ കൊടുത്ത് ഇഷ്ടമുള്ളത് ചെയ്യുക. അപ്പൊ അതൊന്ന്. ഇനിയിപ്പം ഡെവലപ്പ് ജെന്നയ ആപ്സ്, അതും ഇൻകോഗ്നിറ്റോ മോഡിൽ ഓപ്പൺ ചെയ്യുക. വരേണ്ടതാണ്. ഓക്കെ, ഇവിടെയും സ്റ്റാർട്ട് മോഡ്യൂൾ കൊടുക്കുക. അതും ജസ്റ്റ് 3-4 ലാബേ ഉള്ളൂ. ലാബൊക്കെ കംപ്ലീറ്റ് ആക്കി പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാം. നമുക്ക് 5 ലാബേ ഉള്ളൂ. 5 ലാബും റിക്കേർഡ് ആണ്. അതുകൊണ്ട് റിക്കേർഡ് ആയിട്ടുള്ള എല്ലാം മസ്റ്റായിട്ടും കംപ്ലീറ്റ് ആക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമേ കംപ്ലീറ്റ് ചെയ്യുന്ന 80 പേര് അവർക്കാണ് ഈ ഗൂഗിളിന്റെ സ്വാഗ്സ് ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പം പരമാവധി നേരത്തെ കംപ്ലീറ്റ് ചെയ്യുക, പരമാവധി ടോപ്പ് 80-ൽ എത്തുക. നമുക്ക് 2 ടയറാണ്, ടയർ 1ഉം ടയർ 2ഉം. ടയർ 2 എന്ന് പറയുന്നത് 60 പീപ്പിൾ ആണ്. അപ്പം 60 പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് സ്വാഗ്സ് കിട്ടുന്നതിൽ കുറവുണ്ടാവും. 80 പേര്, ആദ്യത്തെ 80 പേര് നമ്മുടെ ഈ കോളേജിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിലാണ് നമുക്ക് ടയർ 1 റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതും ആദ്യമേ കംപ്ലീറ്റ് ചെയ്യുന്ന 80 പേർക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പൊ അതെല്ലാം ഓർക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോണ്ടാക്ട് അസ്. ഒന്നിലെ ഗ്രൂപ്പിൽ ഇടുക, അല്ലെങ്കിൽ ഞാനുണ്ട്, ഓസ്റ്റിനുണ്ട്, ഞങ്ങൾ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് മെസ്സേജ് ഇടുക, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അപ്പം 7:30 കഴിഞ്ഞല്ലേ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. പരമാവധി ഇതിനെല്ലാം നിങ്ങൾ റെഡീം ചെയ്തിടുക കേട്ടോ. ഈ 3 ഗെയിമിനെയും നിങ്ങൾ റെഡീം ചെയ്തിടുക. ഈ വീഡിയോ എന്തായാലും റെക്കോർഡഡ് ആയിട്ട് ഗ്രൂപ്പിൽ ഇടും കേട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റീവാച്ച് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ആടാ അതിലെ. ഹലോ ചേച്ചി, ഇനി 100 ഔട്ട് ഓഫ് 100 വന്നു. പക്ഷേ ഇവിടെ ക്രെഡിറ്റ്സ് 9 ക്രെഡിറ്റ്സ് ആണ് കാണിക്കുന്നത്. പിന്നെ പോയിന്റ്സ് ഒന്നും ആഡ് ആയിട്ടില്ല. 10 പോയിന്റ്സ് ആണ് കാണിക്കുന്നത്. 9 ക്രെഡിറ്റ്സ് ആണോ കാണിക്കുന്നത്? ഞാൻ മറ്റേ എനേബിൾ ചെയ്തു. മാനേജ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടോ. API എനേബിൾഡ് മാനേജ് എന്നുള്ള ഓപ്ഷൻ വന്നു. ബട്ട് 100 ഓഫ് 100 കാണിക്കുന്നുണ്ട് സൈഡിൽ. ബട്ട് പോയിന്റ്സ് 10. എൻഡ് ലാബ് ചെയ്തായിരുന്നോ? ഇല്ല, എൻഡ് ലാബ് ചെയ്തില്ല. അത് ലാബ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻഡ് ചെയ്ത് കഴിഞ്ഞ് റിഫ്രഷ് ആക്കി കഴിയുമ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കിട്ടുമായിരിക്കും.
ഓക്കെ കിട്ടിയില്ലേ പറ കേട്ടോ. ഓക്കെ അപ്പോഴാണ് പോയിന്റ്സ് ആഡ് ആകുന്നത്. അപ്പോഴാണ് ആ ലാബ് കംപ്ലീറ്റ് ആക്കി നമ്മൾ എൻഡ് ചെയ്താലാണ് അത് പോയിന്റ്സ് ആഡ് ആവുന്നത്. ഓക്കെ 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 ഓക്കെ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻഡ് ചെയ്താൽ മതിയേ. ഓക്കെ ആ ഓക്കെ, വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 9 credits എന്നാടാ? എനിക്ക് 9 credits കാണിക്കുന്നത്. ലാബ് എൻഡ് ചെയ്തോ? ചെയ്തോ? എത്ര നേരം നിന്നിട്ടാ ചെയ്തേ? 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞായിരുന്നു. പിന്നെ എടാ നീ ഒന്നത് റിഫ്രഷ് ചെയ്ത് നോക്ക്. എന്നാണേലും ഒരു 10 മിനിറ്റ് കൂടെ നോക്ക് എന്നാ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ടോന്ന്. ഇല്ലെങ്കിൽ നീ ആ ഹെൽപ്പ് സപ്പോർട്ടിലൊന്ന് അതായത് നീ 10 മിനിറ്റ് നിന്നോ, അതായത് 100% എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് 100% വന്നില്ലായിരുന്നു. 100% വന്നില്ലായിരുന്നോ? അത് വരണമായിരുന്നു. 100 on 100 കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ലാബ് എൻഡ് ചെയ്യാൻ പാടുള്ളൂ. 100% വരണം. അതായത് ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയെന്ന് പറയുന്നത് അവിടെ നമ്മളെ റൈറ്റ് സൈഡ് കാണിക്കുന്നില്ലേ, അതിൽ തന്നേക്കുന്നതാണ് ടാസ്കുകൾ. ആ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ 100% വരും. ഇനിയിപ്പം നീ അടുത്ത് ഓരോ ലാബ് ചെയ്യുമ്പം അവിടെ കുറേ ടാസ്കുകളുണ്ട്. അപ്പോൾ ഓരോരോ ടാസ്ക് ചെയ്യുമ്പോഴും എത്ര പെർസെൻറ്റേജ് ആയി എന്ന് കറക്റ്റായിട്ട് അവിടെ കാണിക്കും. അപ്പോൾ അത് മൊത്തം 100% ആയാലേ നീ ആ ലാബ് കംപ്ലീറ്റ് ആയി എന്ന് പറയത്തുള്ളൂ. അപ്പോൾ അത് എന്നാ കറക്റ്റ് ഇത് കണ്ടോ, ഇതിനകത്ത് കുറേ ടാസ്കുകളില്ലേ. ഇതെല്ലാം നമ്മൾ ചെക്ക് മൈ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഇത് 10/10 അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് 100% ആവുന്നത്. അതായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ലാബ് എൻഡ് ചെയ്യാൻ പാടുള്ളൂ. അത് എൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ലാബ് കംപ്ലീറ്റ് ആക്കിയെന്ന് വരത്തുള്ളൂ. ഇതിപ്പം നീ ആ ലാബ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് നിനക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വരാത്തത്. ഒന്നുകൂടെ ചെയ്താൽ മതി, കുഴപ്പമില്ല. അത് ജസ്റ്റ് ചെറിയ ലാഭല്ലേ, വേഗം ചെയ്യാലോ. മന്ത്ലി വന്നു. ക്രെഡിറ്റ്സ് 9 തന്നെ കാണിക്കുന്നത്. ഇവിടെ മന്ത്ലി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടോ? വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഗോൾ, ലാബ് ചെയ്യുന്നതിന്റെ അല്ലേ? ഓക്കേടാ, അത്രയും വന്നോ? എന്നാ അത് മതി. അത് ഇനിയിപ്പോ മതി. ആ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ ലാബ് ചെയ്യുന്നത്. ഓക്കേടാ, അത് കറക്റ്റാ. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ക്വിസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ. അതിനകത്തെ അതൊന്നും നിർബന്ധമില്ലാത്ത സംഭവങ്ങളാ. ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതായത് ആ മഞ്ഞ ബോക്സിൽ ഏതൊക്കെയാണോ ഉള്ളത് അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതായത് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചോ, അല്ലെങ്കിൽ എന്നാ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതി. എന്താന്നുള്ള ഡൗട്ട് ക്ലിയർ ആയിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ടോ എങ്ങനെയാലും അയച്ചു തന്നാൽ മതി. ഇപ്പം പരമാവധി നേരത്തെ നിങ്ങൾ ചെയ്ത് തീർക്കണം. കാരണം ഈ 28-ാം തീയതി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ മിക്കവരും അങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ലാബ്സ് എല്ലാം ബിസി ആവാൻ തുടങ്ങും. അതായത് പിന്നെ നമുക്ക് സ്റ്റാർട്ട് ലാബ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റാർട്ട് ലാബ് അടിക്കുമ്പോൾ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ കുറേ പ്രോബ്ലം വരും. അപ്പം പരമാവധി നിങ്ങൾ ഇപ്പം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ കുറച്ച് കുറച്ച് ലാബ് വെച്ച്, ഇപ്പം ഒരെണ്ണത്തിൽ 5ഉം മറ്റേ ഇതിൽ 4ഉം ഒക്കെ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പം അതങ്ങ് തീർത്ത് പോ. അപ്പം പരമാവധി ഇപ്പം ഈ ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ തീർക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അതായത് ഒരു ബിസി ആവത്തില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ലാഗും അടിക്കത്തില്ല. ഇപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇപ്പം ഇത് നമ്മുടെ കോളേജിൽ മാത്രമല്ലല്ലോ ചെയ്യുന്നത്, പല കോളേജുകളിൽ പല ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടെ ഈ ലാസ്റ്റ് ഡെഡ് ലൈൻ വരുമ്പോഴത്തേക്കും 28-ാം തീയതി ആവുമ്പോഴത്തേക്കും എല്ലാരും കൂടെ ചെയ്യാൻ വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ സ്റ്റാർട്ട് ലാബ് അടിച്ചിട്ടും ലാബ് സ്റ്റാർട്ട് ആവാതിരിക്കുന്ന അവസ്ഥയൊക്കെ വരും. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കണേ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ ഗൈസ്, ഇപ്പൊ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓഫിനെ നിർത്തിയാലോ? എന്നാ ഡൗട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡൗട്ട് വരുവാണെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മീറ്റ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ഗുഡ് നൈറ്റ് ഗൈസ്.